സോളിഡ് സ്റ്റേറ്റ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിനകത്തുള്ള അടുത്ത ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നോക്കി, ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഡിഫക്ട്സ് അഥവാ ഇംപെർഫെക്ഷൻ എന്നാണ്. ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സോളിഡിനകത്തെയും അഥവാ ഏതൊരു ക്രിസ്റ്റലൈൻ സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ഒരു ഓർഡേർഡ് മാനറിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ആ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുക, ഏതെങ്കിലും പാർട്ടിക്കിളിൻ്റെ സ്ഥാനത്തിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിഫക്റ്റ് അഥവാ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇംപെർഫെക്ഷൻ ആ വേടിയിൽ നിന്ന് തന്നെ അറിയാം, പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിഫക്റ്റ് അഥവാ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഡിഫക്റ്റാണുള്ളത്. ഒന്നാമത്തത് പോയിൻ്റ് ഡിഫക്റ്റും രണ്ടാമത്തത് ലൈൻ ഡിഫക്റ്റും. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് പോയിൻ്റ് ഡിഫക്റ്റ്, രണ്ടാമത്തേതാണ് ലൈൻ ഡിഫക്റ്റ്. ആദ്യം നമ്മൾ പോയിൻ്റ് ഡിഫക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലിനകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിളുമായി അഥവാ ഏതെങ്കിലും ഒരു ആറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിൾസിൻ്റെ ഒന്നോ രണ്ടോ പാർട്ടിക്കിൾസിൻ്റെ സ്ഥാനത്തിൽ വരുന്ന വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് ഡിഫക്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ്, രണ്ടാമത്തെ നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ്, മൂന്നാമത്തത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റാണ് ആദ്യം പഠിക്കുന്നത്. സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, ഇങ്ങനെ പോയിൻ്റ് ഡിഫക്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പം എന്താണ് സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് എന്ന് പറയാം. ഈ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സ്റ്റോഷിയോമെട്രിയിൽ അഥവാ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും ടോട്ടൽ എണ്ണത്തിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. ടോട്ടൽ കാറ്റയോണിൻ്റെ എണ്ണവും ആനയോണിൻ്റെ എണ്ണവും തുല്യമായി ഇരിക്കുന്നു. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഇൻ എ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിനകത്തുള്ള കാറ്റയോണിൻ്റെ ആനയോണിൻ്റെ എണ്ണത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും സംഭവിക്കാത്ത ഡിഫക്റ്റാണ് സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് എന്ന് പറയുന്ന സ്റ്റോഷിയോമെട്രി ചേഞ്ച് ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് പറയുന്നത് നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഡിഫക്റ്റ് സംഭവിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ആ ക്രിസ്റ്റലിനകത്തുള്ള കാറ്റയോണിൻ്റെ എണ്ണം കൂടാം, അല്ലെങ്കിൽ ആനയോണിൻ്റെ എണ്ണം കൂടാം. ഇനി ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി എന്ന വേർഡിൻ്റെ അർത്ഥം ഫോറിൻ പാർട്ടിക്കിൾ, ആ ക്രിസ്റ്റലിൽ ഉൾപ്പെടാത്ത പുറത്തുനിന്ന് എന്തെങ്കിലും സബ്സ്റ്റൻസ് ആ ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആദ്യം സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ ഷോർട്ട് കീ ഡിഫക്റ്റും ഒന്നാമത്തെ ഷോർട്ട് കീ ഡിഫക്റ്റും രണ്ടാമത്തെ ഫ്രെങ്കൽ ഡിഫക്റ്റും. അന്നേരം സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? രണ്ടായിട്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഏതാണ്? ഷോർട്ട് കീ ഡിഫക്റ്റ്, രണ്ടാമത്തെ ഏതാണ്? ഫ്രെങ്കൽ ഡിഫക്റ്റ്. അതിൽ നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റും രണ്ടാമത്തെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. അന്നേരം നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? രണ്ടായിട്ട്. ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റും രണ്ടാമത്തെ ഏതാണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഷോർട്ട് കീ ഡിഫക്റ്റിനെ കുറിച്ചും ഫ്രെങ്കൽ ഡിഫക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. രണ്ടാമത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നതുണ്ട്, അത് പഠിക്കണം. ഇനി അടുത്ത മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്തുവാണ് എന്ന് ഒറ്റ വേർഡിൽ പഠിച്ചേക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് പറയുമ്പം പിന്നീട് പറയാം. ഇംപ്യൂരിറ്റി ഡിഫക്റ്റും എന്താണെന്ന് മാത്രം ഒന്ന് പഠിച്ചാൽ മതി, അതിനൊരു എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. അന്നേരം ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഷോർട്ട് കീ ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റും രണ്ടാമത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റും. ഈ ടോപ്പിക്കുകളെക്കുറിച്ച് നമുക്കിനി ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അന്നേരം ഇതുവരെ പറഞ്ഞ
കാര്യങ്ങൾ ഓർക്കുക. ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ക്രിസ്റ്റലിനും ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ചില കാരണങ്ങൾ കൊണ്ട് ആ സ്ട്രക്ചറിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കുക. അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ സ്ഥാനങ്ങളിൽ ചില വ്യതിയാനം സംഭവിക്കുക. അതിനെ പറയുന്ന പേരാണ് ഡിഫക്റ്റ് അഥവാ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിഫക്റ്റ് പ്രധാനമായും 2 ടൈപ്പ്. ഒന്നാമത്തെ പോയിൻ്റ് ഡിഫക്റ്റ്, രണ്ടാമത്തെ ലൈൻ ഡിഫക്റ്റ്. ആ പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾസ്, 1 or 2 പാർട്ടിക്കിൾസിൻ്റെ സ്ഥാനത്തിൽ വരുന്ന വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഡിഫക്റ്റാണ് പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അന്നേരം പോയിൻ്റ് ഡിഫക്റ്റിനെ തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രി ചേഞ്ച് ചെയ്യാത്ത ഡിഫക്റ്റിനെ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റും സ്റ്റോഷിയോമെട്രി ചേഞ്ച് ചെയ്യുന്ന ഡിഫക്റ്റിനെ നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് എന്ന് പറയുന്നു. ഇനി അടുത്ത 3ാമത്തെയാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് പറയുന്നത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റിനെ തന്നെ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നും ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ഷോർട്ട് കീ ഡിഫക്റ്റ് ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തുടർന്ന് പഠിക്കാം. ഇനി അടുത്ത നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റിനെ തന്നെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അന്നേരം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റിനെ കുറിച്ചാണ്. ആദ്യം ഷോർട്ട് കീ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് സാധാരണഗതിയിൽ കാണപ്പെടുന്നത് അയോണിക് കോമ്പൗണ്ടിലാണ്. ഏത് കോമ്പൗണ്ടിലാണ്? അയോണിക് കോമ്പൗണ്ട്. സോഡിയം ക്ലോറൈഡ് പോലുള്ള അയോണിക് കോമ്പൗണ്ടിലാണ് ഏത് ഡിഫക്റ്റ് കാണിക്കുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫക്റ്റിൽ ഒരു പോസിറ്റീവ് അയോൺ, നോക്കി ഈ സ്ട്രക്ചറിലേക്ക് നോക്കി, പോസിറ്റീവ് അയോണ്, നെഗറ്റീവ് അയോണ്, പോസിറ്റീവ് അയോണ്, നെഗറ്റീവ് അയോണ്, പോസിറ്റീവ് അയോൺ, ഇങ്ങനെയാണ് പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തടുത്ത് ഒരേ ചാർജുള്ള അയോൺസ് വരത്തില്ല, കാരണം അവയ്ക്കിടയിൽ റിപ്പൽഷൻ ഉണ്ടാകും. നോക്കി ആ 2ാമത്തെ റോയിലേക്ക് നോക്കുമ്പോഴും ആ പോസിറ്റീവ് അയോണിൻ്റെ തൊട്ട് താഴെ ഏതാ എഴുതിയിരിക്കുന്നത്? നെഗറ്റീവ് അയോണാണ്. കാരണം അടുത്തടുത്ത് ഒരേ ചാർജുള്ള അയോൺസ് വന്നു കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ റിപ്പൽഷൻ ഉണ്ടാവും. ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത 2ാമത്തെ റോയിൽ നിന്ന് ഒരു അയോൺ മിസ്സിംഗ് ആണ്. ആ സ്ഥാനത്ത് എന്തോ ചെയ്യുന്നു? ഒരു ഹോള് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി ഏത് അയോണാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്? ഒരു പോസിറ്റീവ് അയോണാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. നോക്കി ഈ പ്ലേസിലുള്ള ഒരു പോസിറ്റീവ് അയോൺ ഇവിടുന്ന് മിസ്സായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് അയോൺസും മിസ്സായിട്ടുണ്ട്. അന്നേരം ടോട്ടൽ അതിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എണ്ണം, അതായത് കാറ്റോണിൻ്റെ ആനയോണിൻ്റെ എണ്ണം ഇവിടെ തുല്യമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റാന്ന് പറഞ്ഞത്. ഇവിടെ സ്റ്റോഷിയോമെട്രി അത് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് കാറ്റോണിൻ്റെ ആനയോണിൻ്റെ എണ്ണം ഇവിടെ തുല്യമായി തന്നെ വന്നിരിക്കുന്നു. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് 2 അയോൺ അങ്ങ് മിസ്സായിപ്പോയി. അതിൻ്റെ ഫലമായിട്ട് ഒരു ഡിഫക്റ്റ് ഉണ്ടായെന്ന് പറയാം. ആ ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അന്നേരം ഷോർട്ട് കീ ഡിഫക്റ്റിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം? ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത് അയോണിക് കോമ്പൗണ്ടിലാണ്. അതിൻ്റെ ഈ ഡിഫക്റ്റിൽ സംഭവിക്കുന്നത് ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സാവുന്നു. നോക്കി ഈ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് ഡെൻസിറ്റിയിൽ എന്ത് ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്? ഡെൻസിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിച്ചതാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. ഇവിടെ ഒരു പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ലാറ്റിസ് സൈറ്റിൽ നിന്നും മിസ്സായി. അന്നേരം ഈ 2 അയോണിൻ്റെ മാസ് കുറയത്തില്ലേ? മാസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റിയും കുറയത്തില്ലേ? അന്നേരം 2 അയോൺസ് ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ആ 2 അയോണിൻ്റെ മാസ് ഇവിടെ കുറയുന്നു. ആ സ്വാഭാവികമായിട്ടും മാസും ഡെൻസിറ്റിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അന്നേരം മാസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റിയും കുറയുന്നു. അന്നേരം ഇതുവരെ പറഞ്ഞ ഒന്നുകൂടെ ഓർത്ത്, ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത് എവിടെയാണ്? അയോണിക് കോമ്പൗണ്ടിലാണ്. ഈ ഡിഫക്റ്റിനകത്ത് ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു പെയർ ഹോൾ അഥവാ 2 ഹോൾസ് ഫോം ചെയ്യുന്നു. ഈ ഡിഫക്റ്റ് സാധാരണ അയോണിക് കോമ്പൗണ്ടിലാണ് കാണിക്കുന്നത്. ഈ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് ടോട്ടൽ ഡെൻസിറ്റിയിൽ എന്ത് ചേഞ്ചസ് സംഭവിക്കുന്നു? അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. കുറയാൻ കാരണം 2 അയോൺസ് മിസ്സായപ്പോൾ ആ 2 അയോണിൻ്റെ മാസ് കുറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡെൻസിറ്റിയും കുറഞ്ഞു.
ഇനി ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലുകൾക്ക് എക്സാമ്പിളൂടെ പഠിച്ചോണം. ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ നോക്കി. ഒന്നാമത്തെ NaCl, രണ്ടാമത്തെ KCl, മൂന്നാമത്തെ AgBr. അന്നേരം ഹെഡിങ് കൊടുക്കണം, ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അതിനകത്ത് ആദ്യത്തെ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇതിനെക്കുറിച്ച് എഴുതുക. എഴുതിയതിന് ശേഷം അതിൻ്റെ ഫിഗറും വരയ്ക്കുക. ഇനി രണ്ടാമത്തെ ഡിഫക്റ്റാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഏതാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്? ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കുന്നത് അയോണിക് കോമ്പൗണ്ടിൽ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ കാറ്റയോണിൻ്റെ അഥവാ പോസിറ്റീവ് അയോണിൻ്റെ സൈസ് ആനയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറവായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. ഫ്രങ്കൽ ഡിഫക്റ്റ് എവിടെയാണ് കാണിക്കുന്നത്? അയോണിക് കോമ്പൗണ്ടിലാണ്. അവിടുത്തെ കാറ്റയോൺ അഥവാ പോസിറ്റീവ് അയോണിൻ്റെ സൈസ് നെഗറ്റീവ് അയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറവായിരിക്കും. ഈ ഡിഫക്റ്റ് സംഭവിക്കുന്നത് ഒരു പോസിറ്റീവ് അയോണാണ്. അതായത് ഇവിടെയുള്ള ഒരു പോസിറ്റീവ് അയോണ് ലാറ്റിസ് സൈറ്റിൽ നിന്ന് അഥവാ അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് വേക്കൻ്റ് സൈറ്റ് അഥവാ ഇൻഡസ്ട്രീഷ്യസ് സൈറ്റിലേക്ക് വരുന്നു. എവിടോട്ട് വരുന്നു? ഒരു പോസിറ്റീവ് അയോണ് ലാറ്റിസ് സൈറ്റിൽ നിന്ന് എവിടേക്ക് വരുന്നു? ഇൻഡസ്ട്രീഷ്യസ് സൈറ്റ് അഥവാ വേക്കൻ്റ് സൈറ്റിലേക്ക് വരുന്നു. ഈ സൈറ്റിനെ എന്താ പേര് പറയുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേക്കൻ്റ് സൈറ്റിലേക്ക് വരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഈ അയോൺസ് ലാറ്റിസ് സൈറ്റിൽ നിന്ന് എവിടേക്ക് വന്നു? ഇൻഡസ്ട്രീഷ്യസ് സൈറ്റിലേക്ക് വന്നു. ഈ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് ഡെൻസിറ്റിയിൽ എന്ത് ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്? ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരയോണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നേ ഉള്ളൂ. അന്നേരം അതിൻ്റെ ടോട്ടൽ മാസിലൊന്നും മാറ്റമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റിയിലും മാറ്റം സംഭവിക്കുന്നില്ല. അന്നേരം ഫ്രങ്കൽ ഡിഫക്റ്റിനെ കുറിച്ച് ഒന്നുകൂടെ ഓർത്ത്, ഈ ഡിഫക്റ്റ് കാണിക്കുന്നത് അയോണിക് കോമ്പൗണ്ടിലാണ്. ഇവിടെ നോക്കി, കാറ്റയോണിൻ്റെ സൈസ് ആനയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറവായിരിക്കും. എന്നിട്ട് പറഞ്ഞു ഈ സ്മോളർ അയോണായ കാറ്റയോൺസ് ലാറ്റിസ് സൈറ്റിൽ നിന്നും വേക്കൻ്റ് സൈറ്റ് അഥവാ ഇൻഡസ്ട്രീഷ്യസ് സൈറ്റിലേക്ക് മാറുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഡിഫക്റ്റ് ഇവിടെ ഫോം ചെയ്തത്. ഈ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് ഡെൻസിറ്റിയിൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. അന്നേരം ഡെൻസിറ്റി കുറയുന്ന അഥവാ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്ന ഡിഫക്റ്റ് ഷോർട്ട് കീ ഡിഫക്റ്റും, ഫ്രങ്കൽ ഡിഫക്റ്റിനകത്ത് ഡെൻസിറ്റി അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കും. അത് ഓർത്തോണം. ഈ നോക്കിയാൽ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റൽസ് ഒന്ന് ZnS, രണ്ടാമത്തെ AgCl, മൂന്നാമത്തെ AgBr ആണ്. ഇനി ഈ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒരേപോലെ കാണിക്കുന്ന ക്രിസ്റ്റലാണ് AgBr. അന്നേരം ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒരേപോലെ കാണിക്കുന്ന ക്രിസ്റ്റൽ ഏതാണ്? AgBr ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇൻ വിച്ച് ഡിഫക്റ്റ് ഷോ ബോത്ത് ഷോർട്ട് കീ ഇൻ വിച്ച് ക്രിസ്റ്റൽ ഷോ ബോത്ത് ഷോർട്ട് കീ ആസ് വെൽ ആസ് ഫ്രങ്കൽ ഡിഫക്റ്റ്. അത് എഴുതിയെടുത്തോണം. ആ ക്വസ്റ്റ്യൻ അവിടോട്ട് എഴുതിയെടുത്തോണം. ഇൻ വിച്ച് ക്രിസ്റ്റൽ ഷോ both short key as well as ഫ്രങ്കൽ ഡിഫക്റ്റ്. ഏത് ക്രിസ്റ്റലിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒരേപോലെ കാണിക്കുന്നത്? അന്നേരം ആൻസർ എന്തുവാണ് എഴുതേണ്ടത്? AgBr. ഏത് ക്രിസ്റ്റലിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒരുപോലെ കാണിക്കുന്നത്? AgBr ആണ്. അന്നേരം ഈ ക്വസ്റ്റിനൂടെ പഠിക്കുക. അന്നേരം ഇവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒന്ന് ഷോർട്ട് കീ ഡിഫക്റ്റ് എഴുതുക, രണ്ടാമത്തെ അതിൻ്റെ ഫിഗർ വരയ്ക്കുക, രണ്ടാമത്തെ ഫ്രങ്കൽ ഡിഫക്റ്റ് എഴുതുക, അതിൻ്റെ ഫിഗർ വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അതിൻ്റെ രണ്ടിനും എക്സാമ്പിൾ പഠിക്കണം. രണ്ട് ഡിഫക്റ്റും ഒരേപോലെ കാണിക്കുന്ന ക്രിസ്റ്റൽ ഏതാണെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? AgBr ആണ്. പിന്നെ അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഡെൻസിറ്റിയിൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഡിഫക്റ്റ് ഏതാണ്? ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകിൽ അതിൻ്റെ ഡിഫറൻസ് ഫിഗറിൻ്റെ സഹായത്താൽ എഴുതാൻ ചോദിക്കും, അല്ല എങ്കിൽ ചോദിക്കാം ഡെൻസിറ്റിയിൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഡിഫക്റ്റ് ഏതാണെന്ന് ചോദിക്കും. അത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. മൂന്നാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ഡിഫക്റ്റ് ഒരേപോലെ കാണിക്കുന്ന ക്രിസ്റ്റൽ ഏതാണ്? ഇങ്ങനെ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ പാർട്ടിൽ നിന്ന് പഠിക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക്കാണ്
നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റും രണ്ടാമത്തെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെ വരാൻ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന് ആനിയോൺ വേക്കൻസി കൊണ്ടും രണ്ടാമത്തെ എക്സ്ട്രാ കാറ്റോൺസ് കൊണ്ടും വരാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റൽ കൂടുതലായിട്ട് വരുന്നു. കൂടുതലായിട്ട് വരാൻ വേണ്ടി ഒന്നുകിൽ ആനിയോണിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ എണ്ണം അഥവാ പോസിറ്റീവ് അയോണിൻ്റെ എണ്ണം കൂടി വരാം. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്ട്രാ കാറ്റോൺ ഇവിടെ വരുന്നു, അതുകൊണ്ടും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരാം. ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എഴുതാനൊന്നുമല്ല ചോദിക്കുന്നത്. ഈ പോർഷനെ ബേസ് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. നോക്കിയാൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് കാരണം ആനിയോൺ വേക്കൻസി ആണെങ്കിൽ ആനിയോണിൻ്റെ ഒരു കുറവ്, ആനിയോണിൻ്റെ ഒരു ആനിയോൺ മിസ്സാവുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. സോഡിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് സോഡിയം വേപ്പർ, ഇറ്റ് ടേൺസ് യെല്ലോ കളർ, ഗീവ് റീസൺ. സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറിൻ്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പം യെല്ലോ കളർ ഉണ്ടാകുന്നു. അതിനുള്ള കാരണം എന്താണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നോക്കി, അതിനുള്ള കാരണമാണ് പറയുന്നത്. നമ്മളിവിടെ നോക്കി, സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറിൻ്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ എക്സ്ട്രാ വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ സോഡിയം അല്ലേ? സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പം സംഭവിക്കുന്നത് ഈ സോഡിയം ക്ലോറൈഡിൻ്റെ സർഫസിലേക്ക് ഈ സോഡിയം ആറ്റം വരുന്നു. എന്താണ് വരുന്നത്? സോഡിയം ക്ലോറൈഡിൻ്റെ സർഫസിലോട്ട് എന്തോ വരുന്നു? സോഡിയം ആറ്റം വരുന്നു. ഈ സോഡിയം ആറ്റം ഇതിൻ്റെ സർഫസിലോട്ട് വരുമ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ക്ലോറൈഡ് അയോൺ ഇല്ലേ? ഈ ക്ലോറൈഡ് അയോണുകൂടി ഈ സർഫസിലേക്ക് കടന്നു വരുന്നു, അഥവാ Cl- അയോൺ. ഈ സോഡിയം ക്ലോറൈഡിനകത്ത് എന്തുണ്ട്? Cl- അയോണുണ്ട്. ഈ അയോൺസ് ഈ സോഡിയത്തിൻ്റെ അടുത്തേക്ക് വരികയും ഇത് ഈ സോഡിയം ആറ്റവുമായി ചേരുന്നതിൻ്റെ ഫലമായിട്ട് NaCl ഉണ്ടാകുകയും ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറിൻ്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പം യെല്ലോ കളർ ഉണ്ടാകുന്നു. അതിനുള്ള കാരണം എന്താണ്? ഈ തന്നിരിക്കുന്ന സ്ട്രക്ചർ സോഡിയം ക്ലോറൈഡിൻ്റെയാണ്. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ സർഫസിലോട്ടാണ് ഈ എക്സ്ട്രാ ഒരു സോഡിയം ആറ്റം വന്നത്. അന്നേരം എന്തോ സംഭവിച്ചു? ഈ സോഡിയം ക്ലോറൈഡിനകത്തുള്ള ഒരു Cl- ആണ്. ഇവിടെ ഇരുന്ന ഒരു Cl- എന്തോ ചെയ്തു? ഈ സർഫസിലോട്ടങ്ങ് വന്നിട്ട് ഈ സോഡിയം ആറ്റവുമായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടായി? NaCl ഉണ്ടായി. എന്നിട്ട് എന്തോ ചെയ്തു? ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യുകയും ചെയ്തു. അന്നേരം ഇവിടുത്തെ Cl- സ്ഥലം ഇവിടെ വേക്കൻ്റായിട്ട് മാറിയില്ലേ? ഈ Cl- സ്ഥലം വേക്കൻ്റായിട്ട് മാറി. ഈ വേക്കൻ്റായിട്ടുള്ളിടത്ത് ഈ ഇലക്ട്രോൺ അങ്ങ് ട്രാപ്പ് ചെയ്തു. കണ്ടോ? ഇവിടെ ഉണ്ടായി ഈ ലിബറേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ഈ വേക്കൻ്റ് സൈറ്റ് ട്രാപ്പ് ചെയ്തു. അങ്ങനെ ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്ത ആ സൈറ്റിനെ പറയുന്ന പേരാണ് എപ്സെൻറ്റർ. എന്തോ പറയുന്നത്? എപ്സെൻറ്റർ. ഇനി ഈ ക്രിസ്റ്റലിലേക്ക് വന്ന് വിസിബിൾ റീജിയനിലുള്ള ലൈറ്റ് പതിച്ചപ്പോൾ ഈ ഇലക്ട്രോൺസ് ലോവർ ലെവലിൽ നിന്ന് എന്തോ ചെയ്യുന്നു? ഈ ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് യെല്ലോ കളർ കാണിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇതുവരെ പറഞ്ഞത് സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറിൻ്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളർ എങ്ങനെ ഉണ്ടായെന്നാണ് പറയുന്നത്. സോഡിയം ക്ലോറൈഡിൻ്റെ സർഫസിലേക്ക് സോഡിയം ആറ്റം കടന്നു വരുന്നു. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിനകത്തുള്ള ഒരു Cl- സർഫസിലേക്ക് ചെല്ലുകയും ഈ സോഡിയം ആറ്റവുമായി ചേരുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ സോഡിയം ആറ്റവും ഈ Cl- ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അന്നേരം ഈ Cl- സൈറ്റ് ഇവിടെ വേക്കൻ്റായി മാറുന്നു. ആ വേക്കൻ്റായിട്ടുള്ള സൈറ്റിലെ ഈ ഇലക്ട്രോൺസ് ട്രാപ്പ് ചെയ്തു. ആ ട്രാപ്പ് ചെയ്തപ്പോൾ ആ സൈറ്റിന് പറയുന്ന പേരാണ് എപ്സെൻറ്റർ. ഇനി അടുത്ത് ഈ ക്രിസ്റ്റലിലേക്ക് വന്ന വിസിബിൾ റീജിയനിലുള്ള ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് യെല്ലോ കളർ കാണിക്കുന്നു. ഇത്രയും എഴുതിയാലാണ് ഇനി മാർക്ക് കിട്ടുന്നത്. നോക്കി ആൻസർ ഒന്ന് വായിച്ചു നോക്കി.
excess sodium atoms are deposited on the surface of NaCl crystals. അതിൻ്റെ സർഫസിലേക്ക് വരുന്നു. The Cl minus ions from the bulk then diffuse to the surface and combines with the sodium atom. അതിൽ നേരെ സോഡിയം ക്ലോറൈഡിനകത്തുള്ള Cl മൈനസ് സർഫസിലേക്ക് വരികയും അത് സോഡിയം ആറ്റവുമായി ചേരുകയും ചെയ്യുന്നു. വിച്ച് ബിക്കം അയണൈസ്ഡ് ബൈ ലൂസിങ് ഇലക്ട്രോൺ. അന്നേരം എന്ത് ചെയ്യുന്നു, ഈ അതിൻ്റെ ഫലമായിട്ട് ഈ സോഡിയവും Cl മൈനസൂടെ ചേർന്നിട്ട് NaCl ഉണ്ടാകുകയും ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയും ചെയ്യുന്നു. ദീസ് ഇലക്ട്രോൺ ഗോ ടു ദ വേക്കൻറ്റ് സൈറ്റ് ഓഫ് ക്ലോറൈഡ് അയോൺ. ഈ ഇലക്ട്രോണ് ക്ലോറൈഡ് അയോണിൻ്റെ വേക്കൻറ്റ് സൈറ്റിലേക്ക് പോകുന്നു. ആ സൈറ്റിനെ പറയുന്ന പേരാണ് എഫ് സെൻറ്റർ എന്ന് പറയുന്നത്. അന്നേരം യെല്ലോ കളർ ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞേക്കുന്നത് ഈ ഇലക്ട്രോൺസ് വിസിബിൾ റീജിയനിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് യെല്ലോ കളർ ഉണ്ടാകുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പം സോഡിയം ക്ലോറൈഡിൻ്റെ സ്ഥാനത്ത് ചോദിക്കും. ലിഥിയം വേപ്പറിൻ്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ലിഥിയം വേപ്പറിൻ്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ പിങ്ക് കളർ ഉണ്ടാകുന്നു. അതിനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ചോദിക്കും പൊട്ടാസ്യം വേപ്പറിൻ്റെ പ്രസൻസ് ഹീറ്റ് ചെയ്യുമ്പം വയലറ്റ് കളർ ഉണ്ടാകുന്നു. അതിനുള്ള കാരണം എന്താണ്? ഇവിടെ എല്ലാം സെയിം ആൻസറാണ്. ഇവിടെ അന്നേരം ആൻസർ എഴുതുമ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ സ്ഥാനത്ത് ലിഥിയം ക്ലോറൈഡ് ആക്കണം, സോഡിയത്തിൻ്റെ സ്ഥാനത്ത് ലിഥിയം ആക്കണം. അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിൻ്റെ സ്ഥാനത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് ആക്കണം, സോഡിയത്തിൻ്റെ സ്ഥാനത്ത് പൊട്ടാസ്യം ആക്കി ചേഞ്ച് ചെയ്ത് ആൻസർ എഴുതണം. ഒരെണ്ണം പഠിച്ചാൽ മതി, ഒരു സ്വല്പം ചേഞ്ചസ് വരുത്തി ആൻസറിൽ എഴുതുക. അന്നേരം മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് കാരണമായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു ആനയോണിൻ്റെ വേക്കൻസിയാണ്. ഇവിടെ നിന്നും ഒരു Cl മൈനസ് അയോൺ അഥവാ ഒരു ആനയോൺ മിസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഡിഫക്റ്റ് ഇവിടെ ഉണ്ടായത്. എന്നാൽ ഈ സെയിം ഡിഫക്റ്റ് തന്നെ ഒരു എക്സ്ട്രാ കാറ്റോണിൻ്റെ പ്രസൻസ് കൊണ്ടും വരാം. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് യെല്ലോ കളറായിട്ട് മാറും. അതിനുള്ള കാരണം എന്താണ്? നോക്കി, സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ Zn2+ അയോണും O2- അയോണുമായിട്ടാണ് വരുന്നത്. ഇവിടെ O2- അയോൺ, ഇവിടെ Zn2+ അയോൺ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ ക്രിസ്റ്റലിനെ നമ്മൾ അങ്ങ് ഹീറ്റ് ചെയ്തപ്പോൾ എന്തോ ചെയ്തു, ഈ Zn-O എന്നുള്ള ക്രിസ്റ്റൽ എന്തായിട്ട് മാറുന്നു? Zn2+ഉം 2 ഇലക്ട്രോൺസുമായിട്ട് മാറുന്നു. ഈ Zn2+ എന്ന് പറയുന്നത് ഒരു വേക്കൻറ്റ് സൈറ്റ് ഓക്യുപ്പൈ ചെയ്താണ്ട് ഇവിടെ ഒരു വേക്കൻറ്റ് സൈറ്റ് കയറി ഈ Zn2+ അങ്ങ് ഓക്യുപ്പൈ ചെയ്തു. എന്നിട്ട് അതിന് പകരമായിട്ട് അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അടുത്ത ഈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അടുത്ത വേക്കൻറ്റ് ഒരു Zn2+ന് പകരമായിട്ട് 2 ഇലക്ട്രോൺസ് ഈ 2 വേക്കൻറ്റ് സൈറ്റിലായിട്ട് ഓക്യുപ്പൈ ചെയ്യുന്നു. ഇവിടെ കാരണമായിട്ട് വന്നത് ഈ ഒരു Zn2+ എക്സ്ട്രാ വന്നതുകൊണ്ടല്ലേ ഈ ഡിഫക്റ്റ് ഇവിടെ ഉണ്ടായത്. ആ ഡിഫക്റ്റിന് പറയുന്ന പേരാണ് എന്തോ ചെയ്യുന്നു, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് കാരണമായി വന്നത് ഇവിടെ ഒരു എക്സ്ട്രാ കാറ്റോണിൻ്റെ പ്രസൻസ് ആണ്. ഇനി യെല്ലോ കളർ ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ ഇലക്ട്രോൺസ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് യെല്ലോ കളർ. ഇവിടെ ഒരു ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്തിട്ടില്ല, ആ ഇലക്ട്രോൺസ് ലോവർ ലെവലിൽ നിന്ന് ഇവിടെ എഴുതുമ്പോൾ Zn-O എന്ന് എഴുതിക്കണം. ഇക്വേഷൻ എഴുതേണ്ടത് Zn-O റിവേഴ്സിബിൾ ആരോ Zn2+ പ്ലസ് ഹാഫ് O2 പ്ലസ് 2 ഇലക്ട്രോൺ എന്നാണ് എഴുതേണ്ടത്. ഈ ഇക്വേഷനകത്തൊരു മാറ്റം വരുത്തി എഴുതിക്കണം. ഈ ഇക്വേഷൻ Zn-O റിവേഴ്സിബിൾ ആരോ Zn2+ ഹാഫ് O2 പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് എഴുതുക.
നോക്കി ഇത് അന്നേരം ഇവിടെയും ഉണ്ടായത് ഒരു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് അഥവാ പോസിറ്റീവ് അയോൺ എക്സസ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഈ ഡിഫക്റ്റ് ഉണ്ടായത്. ഈ ഡിഫക്റ്റിന് കാരണമായിട്ട് പറയുന്നത് സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്തതാണ്. സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്തപ്പോൾ Zn2+ അയോൺ ഉണ്ടായി. ഈ Zn2+ ഈ ക്രിസ്റ്റലിനകത്ത് ഒരു വേക്കൻറ്റ് സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്തു. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായി ഈ എക്സ്ട്രാ ഇലക്ട്രോൺസ് അനദർ വേക്കൻറ്റ് സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ യെല്ലോ കളർ ഈ ഇലക്ട്രോൺസ് വിസിബിൾ റീജിയനിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് യെല്ലോ കളർ കാണിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്നും പഠിക്കേണ്ടത്. മെറ്റൽ എക്സസ് ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അതിന് കാരണമായിട്ട് പറയുന്നത്, അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് FeO ആണ്. FeO എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് അയണും ഓക്സിജനും 1:1 റേഷ്യോയിലാണ് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ക്രിസ്റ്റലിനെ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും അയൺ 0.95%, ഓക്സിജൻ 1%, ഉള്ളത്. അന്നേരം അയണിൻ്റെ അളവ് ഇവിടെ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇവിടെ മെറ്റലിൻ്റെ കുറവ് കൊണ്ടാണ് ഈ ഡിഫക്റ്റ് ഉണ്ടായത്. അതുകൊണ്ട് അതിന് എന്തോ പേര് പറയുന്നു? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അഥവാ ഫോറിൻ പാർട്ടിക്കിൾസ് ഒരു ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ അതിനൊരു പെർഫെക്റ്റ് സ്ട്രക്ചറായിട്ട് ഇരിക്കുമായിരുന്നു. അതിലേക്ക് സ്ട്രോൺഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഫോറിൻ പാർട്ടിക്കിൾ അഥവാ ഫോറിൻ മോളിക്യൂൾസ് ആഡ് ചെയ്ത്, അഥവാ അതിന് മറ്റൊരു വേർഡാണ് ഇംപ്യൂരിറ്റി, ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഒരു Sr2+ അയോണ് ഈ സോഡിയം ക്ലോറൈഡിലുള്ള 2 Na+ അയോൺസിനെ അങ്ങ് റീപ്ലേസ് ചെയ്യുന്നു. എന്താണ് ഒരു SR? ആദ്യം നോക്കി, സോഡിയം ക്ലോറൈഡിന് ഒരു പെർഫെക്റ്റ് സ്ട്രക്ചറായിട്ട് ഇരിക്കുമായിരുന്നു. അതിലകത്തോട്ട് എന്തോ ചെയ്യുന്നു? നമ്മൾ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ ഈ സ്ട്രോൺഷ്യം ക്ലോറൈഡിനകത്ത് Sr2+ അയോൺസ് ഉണ്ട്. ഈ ഒരു Sr2+ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അത് 2 Na+ അയോൺസിനെ അങ്ങ് റീപ്ലേസ് ചെയ്തു. എന്തോ ഇത് ഇവിടുന്ന് ഒരു Na+ അയോണിനെ ഇവിടുന്ന് ഒരു Na+ അയോണിനെ അങ്ങ് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു Sr2+ അയോണല്ലേ ഉള്ളൂ, ആ അയോണ് ഇവിടെ ഇരുന്നു. അന്നേരം ഈ സൈറ്റ് ഇവിടെ വേക്കൻ്റായി മാറുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഈ SrCl2 എന്ന് പറയുന്ന ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നിടം വരെ ഈ ക്രിസ്റ്റലിനകത്ത് ഒരു ഡിഫക്റ്റും ഇല്ലായിരുന്നു. ഇതിലേത്തോട്ട് SrCl2 എന്ന് പറയുന്ന ഇംപ്യൂരിറ്റി ആഡ് ചെയ്തപ്പോഴാണ് ഈ ഡിഫക്റ്റ് ഉണ്ടായത്. അതുകൊണ്ട് ഈ ഡിഫക്റ്റിനെ എന്തോ പേര് പറയുന്നു? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നു. അന്നേരം ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്താണ്? ദിസ് ഡിഫക്റ്റ് അറൈസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിനകത്തോട്ട് ഒരു ഫോറിൻ പാർട്ടിക്കിൾ അഥവാ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിന് ഫലമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡിലേക്ക് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിനകത്തുള്ള 2 Na+ അയോൺസിനെ Sr2+ അയോൺസ് റീപ്ലേസ് ചെയ്യുന്നു. അതിന് ഫലമായിട്ട് ഒരു സൈറ്റിൽ Sr2+ ഒക്യുപ്പൈ ഒരു സൈറ്റ് വേക്കൻ്റായി മാറുകയും അവിടെ ഒരു ഡിഫക്റ്റും ഉണ്ടാകുകയും ചെയ്തു. ആ ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കഴിഞ്ഞപ്പോൾ ഡിഫക്ട്സ് അഥവാ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിനകത്തൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിന് പ്രധാനമായും 2 പ്രോപ്പർട്ടിയാണുള്ളത്. ഒന്നാമത്തെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയും രണ്ടാമത്തെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും. ആദ്യം നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെക്കുറിച്ച് പഠിക്കാം. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ സോളിഡിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ കണ്ടക്ടേഴ്സ്, രണ്ടാമത്തെ ഇൻസുലേറ്റേഴ്സ്, മൂന്നാമത്തെ സെമി കണ്ടക്ടേഴ്സ്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തിവിടുന്ന മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തിവിടാത്ത മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റബ്ബറും ഗ്ലാസും ഒക്കെയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് പാർഷ്യലായി മാത്രം ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നു. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിലിക്കണും ജെർമേനിയവുമാണ്. അന്നേരം സിലിക്കണും ജെർമേനിയും എന്തിന് എക്സാമ്പിൾ ആണ്? സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്.
ഇനി അടുത്ത നിങ്ങൾക്ക് ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ഇവ ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നിങ്ങളിവിടെ നോട്ട് എഴുതുമ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അതിനുശേഷം ഓരോന്നിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ബാൻഡ് തിയറി എന്താണെന്ന് ആദ്യം പറയാം. ആദ്യം ബാൻഡ് എന്താണെന്നാണ് പറയുന്നത്. ഒരു മെറ്റലിനകത്തുള്ള അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. എന്താണ്? അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. സെയിം എനർജിയുള്ള മോളിക്കുലർ ഓർബിറ്റൽ എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു ബാൻഡായിട്ട് മാറുന്നു. അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. സെയിം എനർജിയുള്ള മോളിക്കുലർ ഓർബിറ്റൽ എല്ലാം കൂടെ ചേർന്ന് എന്തായി മാറുന്നു? ബാൻഡായിട്ട് മാറുന്നു. പ്രധാനമായും 2 തരത്തിലുള്ള ബാൻഡാണ് ഉള്ളത്. ഒന്നാമത്തെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നതും രണ്ടാമത്തെ കണ്ടക്ഷൻ ബാൻഡും. അതിൽ വാലൻസ് ബാൻഡ് ഫിൽഡ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എംറ്റി ബാൻഡും ആയിരിക്കും. പ്രധാനമായും 2 തരത്തിലുള്ള ബാൻഡാണുള്ളത്. ഏതൊക്കെയാണ്? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഫിൽഡ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എംറ്റി ബാൻഡും ആണ്. അന്നേരം ബാൻഡ് തിയറി പറയുമ്പോൾ ആദ്യം ബാൻഡ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു മെറ്റലിനകത്തുള്ള അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. സെയിം എനർജിയുള്ള മോളിക്കുലർ ഓർബിറ്റൽ എല്ലാം കൂടെ കൂടിച്ചേർന്ന് ബാൻഡായി മാറുന്നു. പ്രധാനമായും 2 തരത്തിലുള്ള ബാൻഡുണ്ട്. ഒന്ന് വാലൻസ് ബാൻഡ്, രണ്ടാമത്തേതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇനി അടുത്തത് ഈ കണ്ടക്ടേഴ്സിൻ്റെ, ഇൻസുലേറ്റേഴ്സിൻ്റെ, സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഈ ബാൻഡുകൾ എങ്ങനെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി ആദ്യം നമ്മൾ കണ്ടക്ടേഴ്സിൻ്റെ കേസാണ് പറയുന്നത്. നോക്കാം, നോട്ട്സ് എഴുതുന്നതിന് ഇപ്പോൾ ഫിഗർ ഇവിടെയാണ് ഉള്ളത്. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡൂടെ ഓവർലാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ് കാണപ്പെടുന്നത്? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡൂടെ എങ്ങനെ കാണപ്പെടുന്നു? ഓവർലാപ്പ് ചെയ്ത് കാണുന്നു. നോക്കി, വാലൻസ് ബാൻഡിൽ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുകയും ചെയ്യുന്നു. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. അന്നേരം ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നു. അന്നേരം നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ നോക്കി, കണ്ടക്ടേഴ്സ് എന്ന് കൊടുക്കുക. In the case of conductors, the conduction band is close to the valence band and hence the electron can easily go into the conduction band. അത്ര എഴുതിയതിന് ശേഷം ഈ കണ്ടക്ടേഴ്സിൻ്റെ മാത്രം ഫിഗർ വരയ്ക്കുക. ഇൻസുലേറ്ററിൻ്റെ ഒന്നും ഫിഗർ അവിടെ വരയ്ക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെയാണ് സെമി കണ്ടക്ടേഴ്സ്. നോക്കാം, സെമി കണ്ടക്ടേഴ്സ് രണ്ടാമത്തെ ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ നോക്കി, ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലായിട്ട് ഒരു ലാർജ് എനർജി ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഇലക്ട്രോൺസ് എല്ലാം വാലൻസ് ബാൻഡിൽ നിന്ന് ആ ഗ്യാപ്പ് വഴി പുറത്തേക്ക് പോകുന്നു. അന്നേരം ഇലക്ട്രോൺസിന് എവിടേക്ക് കടക്കാൻ സാധിക്കില്ല? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നില്ല. അന്നേരം ഇൻസുലേറ്റേഴ്സിൻ്റെ നോട്ട്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? നിങ്ങൾ ആദ്യം ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് എഴുതുക, അതിന് ശേഷം അതിൻ്റെ ഫിഗർ വരയ്ക്കുക. ഇനി മൂന്നാമത്തെയാണ്, കണ്ടല്ലോ ഇൻസുലേറ്റേഴ്സിൻ്റെ കേസ്, ഈ ഫിഗറാണ്, ഈ ലാസ്റ്റ് ഫിഗറാണ് വരയ്ക്കേണ്ടത്. മൂന്നാമത്തെയാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അന്നേരം കുറച്ച് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു, കുറേ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് കുറച്ച് മാത്രം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നു. സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ ഒരു ചെറിയ എനർജി ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. കുറേ ഇലക്ട്രോൺസ് അത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അന്നേരം മൂന്നെണ്ണത്തിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടേഴ്സിൻ്റെ, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഇത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ട് ഉള്ളതാണ്. നോട്ട്സ് എഴുതി എടുക്കണം. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞു സെമി കണ്ടക്ടേഴ്സ് കുറച്ച് കണ്ടക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറേ കൂടി കൂട്ടാൻ വേണ്ടി അതിലേക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് അഥവാ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് പറയുന്നത് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി അതിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് തരത്തിലുള്ള സെമി കണ്ടക്ടർ കിട്ടുന്നു. ഏതൊക്കെയാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. ആദ്യം എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയ സെമി കണ്ടക്ടേഴ്സിനകത്തോട്ട് നമ്മൾ ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് ആയിട്ടുള്ള ഫോസ്ഫറസോ ആർട്സനിക്കോ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുന്നു. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെ പറയുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി അടുത്ത പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം തുടങ്ങിയ സെമി കണ്ടക്ടേഴ്സിനകത്തോട്ട് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആയ ബോറോൺ, അലൂമിനിയം അല്ലെങ്കിൽ ഗാലിയം ആഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുന്നു. അങ്ങനെ കണ്ടക്ടിവിറ്റി കൂടിയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെ പറയുന്ന പേരാണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അന്നേരം ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ സോളിഡ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? 3ആയിട്ട്. ഏതൊക്കെ? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ഇത് 3 ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു, ഡോപ്പിംഗ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി അതിനകത്തോട്ട് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് ചെയ്ത് കിട്ടിയ 2 സെമി കണ്ടക്ടേഴ്സാണ്, അഥവാ കണ്ടക്ടിവിറ്റി കൂട്ടിയിട്ടുള്ള 2 സെമി കണ്ടക്ടേഴ്സാണ്. ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും രണ്ടാമത്തെ പി ടൈപ്പ് സെമി കണ്ടക്ടറും. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇതാണ് ഈ ചാപ്റ്ററിനകത്തുള്ള ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ സോളിഡ്സിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ പാരാമാഗ്നറ്റിക്, രണ്ടാമത്തെ ഡയാമാഗ്നറ്റിക്, മൂന്നാമത്തെ ഫെറോ മാഗ്നറ്റിക്, നാലാമത്തെ ആൻറ്റി ഫെറോ മാഗ്നറ്റിക്, ലാസ്റ്റ് ഫെറി മാഗ്നറ്റിക്. ഓരോന്നിനെ കുറിച്ചും പഠിക്കാം. ആദ്യത്തെയാണ് പാരാമാഗ്നറ്റിക്. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് വീക്ക് അട്രാക്ഷനുള്ള മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് വീക്ക് അട്രാക്ഷൻ ആണ് എങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? പാരാമാഗ്നറ്റിക്. ഈ പാരാമാഗ്നറ്റിക്കിന് കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ്. പെയ്ഡ് അല്ല, അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഇങ്ങനെ ഓർബിറ്റൽസിനകത്ത് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അത് അൺപെയ്ഡ് ആണെന്ന് പറയാം. അതേസമയം ഇങ്ങനെയാണ് ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് ഇരിക്കുന്നതെങ്കിൽ അത് പെയ്ഡ് ആണെന്ന് പറയാം. അന്നേരം പാരാമാഗ്നറ്റിക് ബിഹേവിയറിന് കാരണം എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ്. ഇനി രണ്ടാമത്തെയാണ് ഡയാമാഗ്നറ്റിക്. ഒരു സോളിഡ്സിനകത്തോട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് വീക്ക് റിപ്പൽഷൻ ആണ് ഉള്ളത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഡയാമാഗ്നറ്റിക്കിന് കാരണം പെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ്. ഡയാമാഗ്നറ്റിക്കിന് കാരണം എന്താണ്? പെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ്. മൂന്നാമത്തെയാണ് ഫെറോ മാഗ്നറ്റിക്. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് സ്ട്രോങ് അട്രാക്ഷനുള്ള മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് ഫെറോ മാഗ്നറ്റിക്. അതിൻ്റെ പ്രത്യേകത അത് പെർമനൻ്റ് മാഗ്നറ്റിസമാണ് കാണിക്കുന്നത്. സാധാരണ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ അത് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നു. ആ ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ ആ ബിഹേവിയർ അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും ആ ബിഹേവിയർ തുടർന്നുകൊണ്ടേയിരിക്കുവാണെങ്കിൽ ആ മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ഫെറോ മാഗ്നറ്റിക്. അതുകൊണ്ടാണ് അത് എന്ത് കാണിക്കുന്നതെന്ന് പറയുന്നത്? പെർമനൻ്റ് മാഗ്നറ്റിസം കാണിക്കുന്നു എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് നോക്കി. ആ മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിൽ ആയിരിക്കും. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ്? സെയിം ഡയറക്ഷൻ. എല്ലാം കണ്ടോ ഒറ്റ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമായിട്ടാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വൽ നമ്പറിലാണ്. എത്രണ്ണം മുകളിലോട്ടുണ്ട്? 1 2 3
4 മുകളിലോട്ടാണെങ്കിൽ 4 എത്ര ഓപ്പോസിറ്റ് ഡയറക്ഷന് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷന് ഈക്വൽ നമ്പറിലാണ് വരുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷന് എന്താണ്? ഈക്വൽ നമ്പർ. 4 മുകളിലോട്ടാണെങ്കിൽ 4 താപ്പോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എത്ര ആയിരിക്കും? അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഈക്വൽ നമ്പറിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അൺഈക്വൽ നമ്പറിലാണ്. എന്താണ്? ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്തുള്ള മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അൺഈക്വൽ നമ്പറിലാണ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷന് അൺഈക്വൽ നമ്പർ. അന്നേരം ഇവിടെ നോക്കി, ഇത് ഇവിടെ വേണ്ട, ഇവിടെ 3 ഇവിടെ നോക്കിയാൽ 4 മുകളിലോട്ടുണ്ട്. ഇവിടെ എത്ര മുകളിലോട്ടുണ്ട്? 4 മുകളിലോട്ടും 3 താഴോട്ടുമാണ് വന്നേക്കുന്നത്. അന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷന് അൺഈക്വൽ നമ്പറിലാണ് വന്നേക്കുന്നത്. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് ഫെറി മാഗ്നറ്റിക്. തിരിച്ചു പോകരുത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഫെറോ മാഗ്നറ്റിക്കിനകത്ത് മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിൽ ആയിരിക്കും. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് വരുമ്പം മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷന് ഈക്വൽ നമ്പറിൽ വരും. ഫെറി മാഗ്നറ്റിക് വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അൺഈക്വൽ നമ്പറിൽ വരും. ഓപ്പോസിറ്റ് ഡയറക്ഷന് അൺഈക്വൽ നമ്പറിൽ വരുന്നതാണ് ഫെറി മാഗ്നറ്റിക് എന്ന് പറയുന്നത്. തിരിയരുത്. അന്നേരം ഫെറോ മാഗ്നറ്റിക്, ആൻറ്റി ഫെറോ ആൻഡ് ഫെറി മാഗ്നറ്റിക്കുകളുടെ മാഗ്നറ്റിക് മൊമെൻറ്റത്തിൻ്റെ അലൈൻമെൻറ്റ് നിങ്ങൾക്ക് ഒന്നിച്ച് തന്നിട്ട് അത് ഏതിൻ്റേതാണ് എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ ഫിഗർ ഓർത്തിരുന്നോണം, തെറ്റരുത്. ഒരേ ഡയറക്ഷനിൽ വന്ന ഫെറോ മാഗ്നറ്റിക്, ഓപ്പോസിറ്റ് ഡയറക്ഷന് ഈക്വൽ നമ്പറിൽ വന്ന ആൻറ്റി ഫെറോ മാഗ്നറ്റിക്, ഓപ്പോസിറ്റ് ഡയറക്ഷന് അൺഈക്വൽ നമ്പറിൽ വന്ന ഫെറി മാഗ്നറ്റിക്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തുനിന്ന് പഠിക്കാനുള്ള, ഈ ചാപ്റ്ററിൽ നിന്ന്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഇത്രയും നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കണം.